ചേട്ടത്തിയനിയത്തിമാരാണ്, ദക്ഷ പ്രജാപതിയുടെ മക്കളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ടുപേരുമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിഥി എന്ന് പറയുന്നത് നല്ല സൽസ്വഭാവിയായ ഭാര്യയാണ്. അവർ നല്ല സൽപുത്രന്മാർക്ക് ജന്മം കൊടുത്തു. അതാണ് ദേവന്മാരെന്ന് പറയുന്നത്. സൽപുത്രന്മാരാണ് ദേവന്മാർ. അപ്പം ദിതിക്ക്, അനിയത്തിയായ ദിതിക്ക് ഇതിൽ ഭയങ്കര അസൂയ മൂത്തിട്ട് ഭർത്താവിനോട് പറയും, എനിക്ക് ഇവരെ എതിർക്കാൻ പറ്റിയ പുത്രന്മാർ വേണമെന്ന് പറയും. അപ്പോൾ അദ്ദേഹം മഹർഷിയല്ലേ, അദ്ദേഹം പറയാ, പിന്നെ അത് ശരിയല്ല, നിങ്ങൾ ചേട്ടത്തിയനിയത്തിമാരുടെ മക്കൾ നിങ്ങൾ സ്നേഹത്തോടല്ലേ ജീവിക്കേണ്ടത്. അപ്പം പറയും, അങ്ങനല്ല, എനിക്ക് ഇവരെ എതിർക്കുന്ന മക്കൾ വേണമെന്ന് പറയും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സമയമല്ലാത്ത സമയത്ത്, വൈകുന്നേരം മഹർഷി സ്നാനത്തിന് പോകുന്ന സമയത്ത് കാമാതുരയായിട്ട് ഭർത്താവിനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ചേഷ്ടകളൊക്കെ കാണിച്ച് ഭർത്താവിനെ മയക്കിയെടുത്ത് എന്നിട്ട് ഭർത്താവായ കശ്യപനെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ദിതി സന്ധ്യാസമയത്ത്. ആ വകയിൽ ഉണ്ടായ മക്കളൊക്കെയാണ് ഹിരണ്യാക്ഷനോ ഹിരണ്യകശിപു തുടങ്ങി അസുരന്മാരല്ല. ഇപ്പം അസുരൻ എന്ന് പറഞ്ഞാൽ സുരത്വം ഇല്ലാത്തവനെന്നാണ് അർത്ഥം. സുരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. മനുഷ്യത്വം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അസുരനായി മാറുന്നത്. അപ്പോൾ ഈ ദേവന്മാരും അസുരന്മാരും ചേട്ടത്തിയുടെ അനിയത്തിയുടെ മക്കളാണ്. അവർ സഹോദരങ്ങളാണ്. അവരുടെ അച്ഛൻ ഒന്നാണ്, അതാണ് കശ്യപ മഹർഷി. ഇതേ സ്റ്റോറി തന്നെയാണ് എബ്രഹാമിക് മതത്തിലും കാണുന്നത്. ഇപ്പോൾ ഇസ്ലാം മതവും ക്രിസ്തു മതവും ചേട്ടന്മാർ അനിയന്മാരുടെ മക്കളാണ്. ആ സ്റ്റോറി ഇങ്ങനെയാണ്. എബ്രഹാമിന് മക്കളില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സാറ. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു വേലക്കാരി ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഹാഗറ എന്നങ്ങട്ട പേര്, ഹാഗറ എന്നങ്ങട്ട. അപ്പോൾ ഹാഗറ അവിടെ ഒരു വേലക്കാരിയാണ്, ഹാഗറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് മക്കളില്ലാന്ന് കുറച്ച് കഴിഞ്ഞ് ഈ ഹാഗറയിൽ ഈ എബ്രഹാമിനൊരു സന്തതി പിറക്കും. അതാണ്, ആ സന്തതിയുടെ പേരാണ് ഇസ്മയിൽ. കുറച്ച് നാൾ കഴിഞ്ഞ് 90-ാം വയസ്സിലാണെന്ന് പറയുന്ന സാറായിക്ക് ഒരു പുത്രൻ ജനിക്കും. അതാണ് ഇസഹാക്ക് എന്ന് പറയും. ആ ഇസഹാക്കിന്റെ പരമ്പരയിൽപ്പെട്ടതാണ് യേശു ക്രിസ്തു. പിന്നെ ഇസ്മായിലിന്റെ പരമ്പരയിൽപ്പെട്ടതാണ് ഈ ഇസ്ലാം മതത്തിലുള്ള ആളുകൾ. അപ്പം ഈ സാറയ്ക്ക്, യഥാർത്ഥ ഭാര്യയ്ക്ക് കുട്ടി ഉണ്ടായതിനു ശേഷം ഈ വേലക്കാരിയായ സ്ത്രീയെ കുട്ടിയോടുകൂടി ഈ അച്ഛനായ എബ്രഹാം പറഞ്ഞു വിടുകയാണ് അവിടെ നിന്ന്. അവരങ്ങനെ മരുഭൂമിയിൽ കൂടെ കറങ്ങി നടന്ന് അവർ അറേബ്യയിലെത്തുകയും ആ പരമ്പരയിൽപ്പെട്ടാണ് ശ്രീ മുഹമ്മദ് നബി തിരുമേനി ജനിക്കുന്നതും പിന്നീട് ഇസ്ലാം മതം ഉണ്ടാകുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അവിടെ നോക്കിയാൽ എബ്രഹാം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ബ്രഹ്മാവാണെന്ന്. ബ്രഹ്മാവിൻ്റെ ഭാര്യമാരാണ് ഈ ഭാര്യയാണ് വേലക്കാരിയാണെന്ന് പറഞ്ഞാലും അവരെ ഭാര്യയായിട്ട് സ്വീകരിച്ചല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ അച്ഛൻ്റെ മക്കൾ തന്നെയാണ്. അതായത് ഇസ്മായിലും ഇസഹാക്കും ഒരേ അച്ഛൻ്റെ മക്കളാണ്. ഈ കശ്യപ മഹർഷിയുടെ മക്കളെന്ന് പറയുന്ന പോലെ. അപ്പോൾ അവർ രണ്ടായിട്ട് പിരിഞ്ഞ് ദേവനും അസുരനായി എന്ന് പറഞ്ഞ പോലെ ഈ ഇബ്രാഹിം മതമായ യഹൂദ മതത്തിൽ നിന്ന് പിന്നീട് രണ്ടായിട്ട് തിരിഞ്ഞ് ഒന്നിൽ യേശുക്രിസ്തു ജനിച്ചത് ദേവമതമായി, മറ്റേത് അസുരമതമായി. അതാണ്